158 വോട്ടുകൾക്ക് മുന്നിലാണ്. ശശീന്ദ്രൻ പിന്നിലാണ്. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ മുന്നിലാണ്. പ്രതിപക്ഷ നേതാവ് ലീഡ് ചെയ്യുന്നു. സതീശൻ ലീഡ് ചെയ്യുന്നു. സതീശൻ 1400 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. സതീശൻ വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ്. പറവൂരിൽ തിരിച്ചു വരുന്നു വി.ഡി. സതീശൻ. ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയതിനു ശേഷം ഇപ്പോഴിതാ വി.ഡി. സതീശൻ മുന്നിലെത്തുന്നു പറവൂരിൽ എന്നതാണ്. പ്രശാന്ത് ലീഡ് ഉയർത്തുന്നുണ്ട്. 1500 വോട്ടുകൾക്ക് സതീശൻ മുന്നിലെത്തുന്നു. ഒരു ഘട്ടത്തിൽ ടൈസൺ മാസ്റ്റർ ഒന്ന് വിറപ്പിച്ചു സതീശനെ. പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നു. 1500 വോട്ടുകൾക്ക് മുന്നിൽ സംശയമില്ല ഭൂരിപക്ഷം കൂടും. അതിന് അത്ഭുതപ്പെടേണ്ട മലപ്പുറം ജില്ല നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിക്കൊണ്ട് പോവുകയാണ് UDF ചെയ്യുന്നത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇനിയുള്ളൂ. മലപ്പുറം ജില്ലയിൽ 16-0 മലപ്പുറം ജില്ലയിലെ ഇപ്പോഴത്തെ കണക്ക്. കോഴിക്കോട് നോർത്തിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ. രണ്ടാമത് BJP ആണ് അവിടെയുള്ളത്. കേവലമായ ലീഡ് മാത്രമേ. താനൂരിൽ PK നവാസ് 3 റൗണ്ടിലും വൻ ലീഡാണ്. 6131 ലീഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ 2 കാര്യം കൂടി പറയട്ടെ. തമിഴ്നാട്ടിൽ അത്ഭുതം സംഭവിക്കുകയാണ്. TVK ഒരുപാട് മുന്നിലാണെന്ന്. തമിഴ്നാട്ടിൽ, ബംഗാളിൽ മമതാ ബാനർജി വീഴുന്നു. തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ. TVK മുന്നിൽ, DMK തകർന്നടിഞ്ഞു എന്ന വാർത്തകൾ നമ്മുടെ നാഷണൽ ബ്രേക്കിംഗ് ആയി വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ TVK വിജയ് അവിടുത്തെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വലിയ വാർത്തയാണ്. മറ്റൊന്ന് ബംഗാളിൽ മമത പൂർണ്ണമായും തകരുന്നു. അവിടെ BJP അധികാരത്തിൽ വരുന്നു. ബംഗാളിൽ BJP അധികാരത്തിലേക്ക് 142 ആയി കഴിഞ്ഞു. കേവല ഭൂരിപക്ഷത്തിന് 148 വേണ്ടത്. 142 ആയി കഴിഞ്ഞു. ഒറ്റയ്ക്ക് BJP തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് ബംഗാളിൽ അധികാരത്തിലേക്ക് വരികയാണ്. അവിടെ മമതാ ബാനർജി, മമതാ രാജ് തീർന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, കേരളത്തിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും വിസ്മയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടരുന്നു. മുന്നേറ്റം നടക്കുന്നു. 91 സീറ്റുകളിൽ TVK മുന്നിട്ട് നിൽക്കുന്നു. വിജയ് ആരാധകരെ മൊത്തം സന്തോഷിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. വളരെ പെട്ടെന്ന് വിജയ് മുഖ്യമന്ത്രിയാകുന്നു. ലീഡ് ചെയ്യുന്നത് വലിയ അത്ഭുതങ്ങളാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അസമിൽ രമേശ് പിഷാരടി ഇപ്പോൾ 2145 വോട്ടിന് പിന്നിലായിരിക്കുകയാണ്. ശോഭയുടെ ലീഡ് 2145. ഒരു ഘട്ടത്തിൽ 6000-അടുത്ത് പോയ ലീഡാണ് ഇപ്പോൾ കുറഞ്ഞത്. മഞ്ജുഷ എന്തായാലും രമേശ് പിഷാരടി പിന്നിൽ 2145. പാലക്കാട് NDA പക്ഷത്തേക്ക് നീങ്ങുകയാണ്. നിയമവും അങ്ങനെ തന്നെ നീങ്ങുകയാണ്. നിയമവും പാലക്കാടും NDAയുടെ ശക്തിയായി മാറുന്നു. ഇരവിപുരത്ത് ലീഡ് ഉയർത്തുന്നു UDF. ചവറയിൽ മങ്കടയിൽ മഞ്ഞളാംകുഴി അലി വ്യക്തമായ ലീഡിലേക്ക് 9778 വോട്ടുകളുടെ ക്ലിയർ മെജോറിറ്റി. പാലക്കാട് രമേശ് പിഷാരടി പിന്നിൽ 2145 വോട്ടിന് പിന്നിൽ. മാണി സി കാപ്പൻ പാലായിൽ 193 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ ഒരു തിരിച്ചുവരവിന് ഇപ്പോഴും തടയിട്ടുകൊണ്ടിരിക്കുകയാണ് മാണി സി കാപ്പൻ എന്നതാണ്. കൂത്തുപറമ്പിൽ PK പ്രവീൺ 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ 227 വോട്ടുകൾക്ക്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 1356 വോട്ടുകൾക്ക്. പാലായിൽ മാണി സി കാപ്പൻ 193 വോട്ടുകൾക്ക് എന്ന നിലയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ചില മണ്ഡലങ്ങളിൽ കൃത്യമായ അപ്പർ ഹാൻഡിലേക്ക് UDF പോകുന്നു. UDFന്റെ മേൽക്കൈ ഇപ്പോൾ ഏതാണ്ട് 90. കേരള കോൺഗ്രസ് മാണിക്ക് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും റാന്നിയിലും ലീഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വന്നിട്ടില്ല എങ്കിൽ പോലും 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുവാനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ചങ്ങനാശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നു. 568 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ LDFന് ഉള്ളത്. കാഞ്ഞിരപ്പള്ളിയിലും നിസാര വോട്ടുകൾ, 192 വോട്ടുകളുടെ ലീഡ്. പൂഞ്ഞാറിൽ 453 വോട്ടുകൾക്ക് LDF ലീഡ്. റാന്നിയിലാകട്ടെ 512 വോട്ടുകൾക്കാണ് LDFന് ലീഡ്. 3662 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നു. കായംകുളത്ത് M ലിജു ലീഡ് നിലനിർത്തുന്നുണ്ട്. കുണ്ടറയിൽ PC വിശ്വനാഥ് 5000-ലധികം വോട്ടുകളുടെ മെജോറിറ്റി. ഇതാ വീണ്ടും VS ജോയുടെ മെജോറിറ്റി കൂടുന്നുണ്ട്. 3500-ലേക്ക് VS ജോയുടെ ലീഡ് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് UDFന് ലീഡ് മാത്രം നോക്കിയാൽ മതി. എല്ലാ 16 സീറ്റുകളും തൂത്തുവാരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. ആ ജില്ല ഇപ്പോഴിതാ ലീഗ് UDF തൂത്തുവാരുന്നു എന്നതാണ്. അവിടെ ഇടതിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. രണ്ട് മന്ത്രിമാർ പിന്നിൽ.
സതീശൻ വീണ്ടും വി ഡി സതീശൻ പിന്നിൽ പോയിരിക്കുന്നു. സതീശൻ പറവൂരിൽ ടൈസൺ മാസ്റ്ററുടെ മാജിക് ആണ്. പറവൂരിൽ വീണ്ടും സതീശൻ പിന്നിൽ പോയിരിക്കുന്നു. രണ്ടാം റൗണ്ട് 187 പറവൂർ രണ്ടാം റൗണ്ടിലും ഇടത് മുന്നേറ്റം പറവൂരിൽ സതീശനും സണ്ണി ജോസഫുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ വെല്ലുവിളി നേരിടുന്ന രണ്ട് താരങ്ങൾ. കേരളത്തിലെ രണ്ട് വൻമരങ്ങൾ, കേരള രാഷ്ട്രീയത്തിലെ രണ്ട് വൻമരങ്ങൾ ഇപ്പോൾ പിന്നോട്ട് നിൽക്കുന്നു എന്നതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിന്നിൽ നിൽക്കുന്നു. രണ്ട് വൻമരങ്ങളും പിന്നിൽ പോകുന്നു. വോട്ടെടുപ്പിൽ വോട്ടുകൾക്ക്, അതായത് ആദ്യ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ 187 വോട്ടുകൾക്കാണ് വി ഡി സതീശൻ പിന്നിൽ നിൽക്കുന്നത്. ഇ.ടി. ടൈസൺ മാസ്റ്ററാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPI ആണ് നാണക്കേട് ഒഴിവാക്കുന്നത്. LDFന്റെ അവിടെ മന്ത്രിമാർ പിന്നിലെന്നേ ഉള്ളൂ. ചിഞ്ചുറാണി പിന്നിലാണ്, അതുപോലെ തന്നെ പ്രസാദ് പിന്നിലാണ്. പക്ഷേ 2 മന്ത്രിമാർ മുന്നിലാണ്. പ്രസാദ് പിന്നിൽ, പക്ഷേ അനിലും മുന്നിലാണ്. സുധാകരന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. അമ്പലപ്പുഴയിൽ 10,664 ഐതിഹാസിക വിജയം. അമ്പലപ്പുഴയിൽ 10,664 അമ്പലപ്പുഴയിൽ ജിസ്വാറിന്റെ ഭൂരിപക്ഷം. ഇനി ഒരു തിരിച്ചുപോക്കില്ല. അമ്പലപ്പുഴ സുധാകരനൊപ്പം. സുധാകരൻ ജയിക്കുന്നു. അമ്പലപ്പുഴയിൽ 10,664 വോട്ടുകളായി സുധാകരന്റെ ഭൂരിപക്ഷം കൂടി. വൻ വിജയത്തിലേക്ക് ജി സുധാകരൻ കുതിക്കുന്നു. വലിയ മാറ്റം ആലപ്പുഴയിൽ സംഭവിക്കുന്നു. അങ്ങനെ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ലീഡാണ് കേട്ടോ. ഇപ്പോഴും പ്രശാന്ത് ലീഡാണ്. CP ജോൺ മുന്നിലാണ് തിരുവനന്തപുരത്ത്. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ള കാര്യമാണ്. എന്തായാലും നേരിയ, അതായത് 90-ലേക്കൊക്കെ എത്തിയിരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതാണ്ട് മെജോറിറ്റിയിൽ കൃത്യമായ, അതായത് 90-ലേക്ക് എത്തുന്നതിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് 382 വോട്ടിന് മുന്നിലായിരിക്കുന്നു. ലീഡ് ഉയർത്തുന്നു. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിലും കഴക്കൂട്ടവും ഇടതുപക്ഷം നിലനിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എന്നതാണ്. ഇത്രയും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടന്ന കേരളത്തിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നിലനിർത്തുമോ എന്നതുകൂടി അറിയാം. അഭിലാഷെ, കഴിഞ്ഞ കേവലം 33 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച നജീബ് കാന്തപുരമുണ്ട്. നജീബ് നില മെച്ചപ്പെടുത്തുന്നു. 4,800 കഴിഞ്ഞു ഭൂരിപക്ഷം. 4,800 കഴിഞ്ഞു നജീബിന്റെ ഭൂരിപക്ഷം. കേവലം 37 വോട്ടുകൾക്ക് അത്ഭുതകരമായ MLA ആളാണ്. 4,800 കഴിഞ്ഞു. അങ്ങനെ ലീഗ് കോട്ടകളിൽ ഒരു വിള്ളലുമില്ല. നജീബ് കാന്തപുരത്തെ പറഞ്ഞ 8 കാല് അട്ടിയിട്ട പോലെ. അതെ 4,800 കഴിഞ്ഞു. 37 വോട്ടുകൾ കഴിച്ചു. അത് ട്രെൻഡ് വളരെ വ്യക്തമാണെന്നേ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തോമസ് ഉണ്ണിയാറിന്റെ ഭൂരിപക്ഷം 1,797 ഉയർന്നു. കാട്ടാക്കടയിൽ MR ബൈജു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 1,097-ലേക്ക് MR ബൈജു. അവിടെ തരൂരിൽ PP സുമോദ് ഒരു ചെറിയ ചുവപ്പ് ഒരു പൊട്ടായി നിൽക്കുന്നുണ്ട്. 3,645. കുറ്റ്യാടിയിൽ അടക്കം UDF-ന്റെ മുന്നേറ്റം ഉണ്ട് എന്ന് അറിയുന്നു. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട്. ആറന്മുളയിൽ മന്ത്രി വീണ കനത്ത തിരിച്ചടിയാണ്. 7,000-ലധികം വോട്ടുകളാണ് ഇപ്പോൾ ലീഡ്. അബിൻ വർക്കിയുടെ ലീഡ് 7,000-ന് മുകളിലേക്ക് ഉയരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടി. ഒരുപക്ഷെ ആറന്മുളയിൽ വീണ ജോർജ് പരാജയപ്പെടുന്നു എന്ന സൂചനയിലേക്കാണ് ഈ വ്യക്തത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.